ഹായ് എവരിവൺ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഡേ ഇൻ തിരുപ്പതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാധവവിലാസം കോംപ്ലക്സിലാണ് ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നാട്ടിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ മാധവവിലാസം ഒരു സിംഗിൾ ഡേയിലേക്കായിരുന്നു, 24 hours. റൂം അവിടെ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തിട്ട് എഗെയിൻ തിരുമലയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ശ്രീനിവാസം കോംപ്ലക്സ് ആൻഡ് ദിസ് വൺ ഇസ് ദ മാധവ വിലാസം കോംപ്ലക്സ്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ജനറൽ ക്യൂ ടിക്കറ്റ് എടുക്കേണ്ടത് ശ്രീനിവാസം കോംപ്ലക്സിൽ പോയിട്ടാണ്. തിരുപ്പതിയിൽ ചെല്ലുമ്പോൾ തിരുമല എത്തിക്കഴിഞ്ഞാൽ 2-3 പോയിന്റ്സ് വേറെ ഉണ്ട് ജനറൽ ക്യൂ ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ ഞങ്ങളൊരു ടാക്സി എടുത്തിട്ടാണ് അഗെയിൻ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുന്നത്. ഈ ടാക്സി തന്നെയാണ് യെസ്റ്റർഡേ ഞങ്ങൾ കാളഹസ്തി പോകാനും പത്മാവതി അമ്മനെ തൊഴാൻ പോകാനും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഹാപ്പിൻസ് കയറാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇത് അലിപ്പിരി എത്താറാകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. സപ്തഗിരി ഹിൽസ് എന്നാണ് നമ്മൾ പറയുക. തിരുപ്പതി സപ്തഗിരി ഹിൽസ് 7 മലകളെ ചുറ്റിയാണ് തിരുമലയിലേക്ക് കയറുന്നത്. തിരുപ്പതിയിൽ പോയിട്ടുള്ള പലർക്കും അറിയാമായിരിക്കും. We can see full of greenery through the way towards the അലിപ്പിരി. മുഴുവൻ ചെടികളും മരങ്ങളുമായിട്ട് ഫുൾ ഗ്രീനറിയാണ്. അങ്ങനെയാണ് നമ്മൾ അലിപ്പിരിയിലേക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് അലിപ്പിരിയിലേക്ക് പോകുന്നത്. അലിപ്പിരിയിൽ എത്തിക്കഴിഞ്ഞാൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ലഗേജ് സ്കാൻ ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ഏത് വണ്ടിയിലാണ് പോകുന്നത്, ഈവൻ ദോ ആന്ധ്രാപ്രദേശിൻ്റെ സ്റ്റേറ്റ് ബസ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ലഗേജ് സ്കാൻ ചെയ്യണം അലിപ്പിരിയിൽ. അപ്പോൾ ഞങ്ങൾ അലിപ്പിരിയിൽ ലഗേജ് സ്കാൻ ചെയ്യാനായിട്ടൊക്കെ ഹാൻഡ് ബാഗും എല്ലാം എടുത്ത് ഇറങ്ങുകയാണ്. അങ്ങനെ ലഗേജൊക്കെ സ്കാൻ ചെയ്ത് ഞങ്ങൾ അലിപ്പിരിയിൽ നിന്ന് സ്റ്റാർട്ട് ഓവർ ആയിട്ടുണ്ട്. ആക്ച്വലി അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലിപ്പിരി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ ടാക്സി ഡ്രൈവറും പറഞ്ഞിരുന്നു അലിപ്പിരി ഷൂട്ട് ചെയ്യരുത് എന്ന്. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇതെല്ലാം സപ്തഗിരി ഹിൽസ് നമ്മൾ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഇനി നല്ല സൈറ്റ് സീയിങ് ആണ്. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് കയറി പോകുമ്പോൾ, ഐ മീൻ അലിപ്പിരി മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഹെയർ പിൻ കയറി മലയിലേക്ക് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ആനിമൽസിനെയൊക്കെ കാണാം. അപ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ മാനിനെ കണ്ടു, മ്ലാവിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ ഒന്നും കണ്ടില്ല. തിരികെ ഇറങ്ങിയപ്പോൾ ഒരു മ്ലാവിനെ കണ്ടായിരുന്നു. സോ കണ്ടോ 7:15 ആകുന്നേ ഉള്ളൂ. ഈ സമയമായപ്പോഴത്തേനും ഞങ്ങൾ അറൗണ്ട് തിരുമല എത്താറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ 6 മണിക്ക് മാധവവിലാസത്തിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു 6:30 ആകുന്നതിന് മുന്നേ തന്നെ തിരുപ്പതിയിൽ നിന്ന് ഞങ്ങൾ ടാക്സിയിൽ കയറി മുകളിലേക്ക് വന്നതാണ്. സോ ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളിവിടെ സപ്തഗിരി ഹിൽസിലേക്ക് അല്ലെങ്കിൽ മലയിൽ ഭഗവാന്റെ എൻട്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. എൻട്രി ഉള്ളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇനി മുഴുവൻ തിരുമല ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ, സ്ഥലങ്ങൾ, എന്താ പറയുക, ഐ ഡോണ്ട് നോ ദ എക്സാക്ട് വേർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരുമലയിലെത്തി ആദ്യം തന്നെ ചെയ്തത് റൂം എടുക്കാൻ പോവാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഓൺലൈനിൽ തിരുമലയിൽ റൂം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ റൂം ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ക്യൂയിലേക്ക് പോയി. അവിടെ നിന്ന് റൂം എടുത്ത് കഴിഞ്ഞ് ലഗേജ് എല്ലാം വെച്ചിട്ടാണ് പിന്നെ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് തൊഴാനായിട്ടുള്ള ടിക്കറ്റ് ഈവനിങ് 6 മണിക്കായിരുന്നു ഞങ്ങളുടെ സ്ലോട്ട് അവൈലബിളായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 6 മണി വരെ ഞങ്ങൾക്ക് തിരുമല മുഴുവൻ കറങ്ങി നടക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ ഈ തിരുപ്പതി പോയതിൻ്റെ മെയിൻ തിങ് ഈസ് ഞങ്ങളുടെ കുഞ്ഞുവാവയുടെ മുടി എടുക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവൻ്റെ മുടി, അവന് 1.5 വയസ്സായി. അപ്പോൾ ഇതുവരെ അവൻ്റെ മുടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് മുടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ തിരുപ്പതി ട്രിപ്പ് പോയത്. ഇപ്പോൾ ആക്ച്വലി ദിസ് ഈസ് മൈ 7th ട്രിപ്പ് ടു തിരുപ്പതി. 7ാമത്തെ വട്ടമാണ് ഞാൻ തിരുപ്പതി പോകുന്നത്. പക്ഷേ ഇത്രയും പ്രാവശ്യം കണ്ടതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ അവിടെ വന്നിട്ടുണ്ട്. പണ്ട് എപ്പോഴും എല്ലാ സൈഡ്സിലും അല്ലെ എല്ലാ റൂംസിൻ്റെ സൈഡിലും നമുക്ക് ഫുഡ് കിട്ടുമായിരുന്നു. പാല്, ഫുഡ്, വെള്ളം അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. പകരം
ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും തട്ടുകടകളായിട്ടും ഒക്കെയാണ് കാണുന്നത്. ഇത് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് തന്നെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. വളകൾ മേടിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ 3 പേർക്കും ഭയങ്കര എന്തോ ഒരു വലിയ സംഭവമാണ്. ഞങ്ങൾ ഒരുപാട് വള വാങ്ങിക്കാറുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് വള വാങ്ങിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ തിങ്ക് ചെയ്യുമായിരിക്കും, ഇപ്പോൾ വാരണാസി പോയപ്പോൾ കുറേ വളയുടെ വീഡിയോ കണ്ടല്ലോ, അല്ലെ എൻ്റെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോയപ്പോൾ ഒരുപാട് മേടിച്ചിട്ടുണ്ട്. പക്ഷേ തിരുപ്പതിയിൽ പോയപ്പോഴും ഞാൻ വള വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും നിറയെ വളയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വള മേടിക്കാനായി നടക്കുമ്പോൾ കാണുന്ന ഒരു സൈഡിലെ കടകളാണിത് മുഴുവൻ. പല സൈഡിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വള മാത്രമല്ല, മാല മേടിച്ചിട്ടുണ്ട്, ബാഗ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഞാനൊരു വീഡിയോയിൽ എന്തായാലും ഫീച്ചർ ചെയ്യുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് നേരെ കഴിക്കാനായി പോയി. അപ്പോൾ ദേവസ്വം കൗണ്ടർ അന്നദാന കൗണ്ടറിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ അറൗണ്ട് ഒരു 4 മണി വരെ, ഇതൊരു 1 മണിയാകുമ്പോഴാണ് ഞങ്ങൾ കഴിക്കാൻ ചെല്ലുന്നത്. ഒരു 4 മണി വരെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും, അത്ര തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് തിരികെ ഇറങ്ങുകയാണ്. അപ്പോൾ തിരികെ പോകാനായിട്ട് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്, സാരംഗി എന്നുള്ള. തിരികെ പോകാനായിട്ട് ഞങ്ങളൊരു ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്ന് ഈ അന്നദാന കൗണ്ടർ വരെ. അപ്പോൾ കഴിക്കാനായിട്ട് നടന്നു വന്നതുകൊണ്ട് തിരികെ ഞങ്ങളൊരു ജീപ്പ് എടുത്തിട്ടാണ് റൂമിലേക്ക് റിട്ടേൺ പോയത്. ഞങ്ങൾ ട്രെയിനിനാണ് തിരുപ്പതിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ട്രെയിനിൽ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ മീഡിയം അവൈലബിൾ ആണ്. തിരുമല എത്തിക്കഴിഞ്ഞാൽ ഫ്രീ ബസ് അവൈലബിൾ ആണ്, ഒരുപാട് ടാക്സി അവൈലബിൾ ആണ്, ജീപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള വറീസ് ഒന്നും തന്നെ വേണ്ട തിരുപ്പതി പോയി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നടന്നാലും നമുക്കങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ ഭയങ്കര കാലുവേദന ഫീൽ ചെയ്യുന്ന ഒരു തരത്തിലുള്ള സ്ഥലങ്ങളോ റോഡുകളോ അല്ല. എല്ലാം ലൈൻ പാരലലായിട്ട് ലെവൽഡ് റോഡ്സ് ആണ്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയാണ്. ഈ റോഡുകളൊക്കെ ഞാൻ എൻ്റെ 7th ടൈം പോയപ്പോഴാണ് കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ ഇതിനു മുന്നേ പോയ 6 വട്ടവും ഞാൻ ഇങ്ങനൊരു സ്ഥലം കണ്ടതായിട്ട് ഒരിടത്തും ഓർമ്മയിലില്ല. വോണ്ട് റിമെമ്പർ ഇറ്റ് ക്ലിയർലി എനിവെയർ എൽസ് ഇൻ മൈ മെമ്മറീസ്. ആൻഡ് ഇത് ഞങ്ങളുടെ റൂം തിരികെ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ. If I tell about the climate or the weather there is winter. അപ്പോൾ വിൻ്ററിൻ്റെ തണുപ്പ് അതീവ തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഈവനിങ് ഒരു 6 മണി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തണുത്ത് തുടങ്ങും. അവിടെ വീശുന്ന കാറ്റ് പോലും ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഡേ ടൈം ആണെങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യില്ല കേട്ടോ. ഈ കാണുന്നത് തിരുപ്പതി തിരുമല റോഡിൽ ഓടുന്ന AC ബസ്സുകളാണ്. എപ്പോഴും ബസ് സർവീസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ non-AC ബസ്സുകളും അവൈലബിൾ ആണ്. ഇത് തിരുപ്പതി ടു തിരുമല non-AC ബസ്സാണ്. സപ്തഗിരി എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ നെയിം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞങ്ങളങ്ങനെ പല റോഡുകളിൽ കൂടി ദ ജീപ്പ് ഡ്രൈവർ ഒരുപാട് റോഡുകളിൽ കൂടി ഞങ്ങളെ സ്ഥലം ചുറ്റിച്ച് കാണിച്ചാണ് കൊണ്ടുപോയത്. പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചിരുന്നു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ച് തരാമോ എന്ന് ചോദിച്ചത് കൊണ്ട് പുള്ളി ഇങ്ങനെ ചുറ്റി കുറേ സ്ഥലങ്ങൾ കാണിച്ചിട്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒത്തിരി സ്ഥലങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തിരികെ റൂമിലേക്ക് എത്തിയത്. റോഡിൻ്റെ ഡിവൈഡർ ഫുൾ ഓരോ തരത്തിലുള്ള ഓരോ ടൈപ്പ് ഓഫ് ചെടികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ചെറിയ ചെടികളൊക്കെ കാണാൻ സാധിക്കും അതുവഴി പോകുമ്പോൾ. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ ചെടികൾ കണ്ടിട്ട് ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അതുവഴി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ ഓരോ വില്ലാസാണ്. വില്ലാസിൽ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് റൂംസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും പേർക്കും കൂടി അവിടെ ഒരു സെക്ഷൻ ഓഫ് റൂമാണ്, ഒരു വില്ലയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ വില്ലയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ള ആക്സസ് വഴി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് തന്നെയായിരുന്നു ഒരു സപ്തഗിരി എക്സ്പ്രസിൻ്റെ ബസ് സ്റ്റോപ്പും ഉണ്ടായിരുന്നത്, ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പോയിന്റിലും നമുക്ക് ചായക്കടകളും തട്ടുകടകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം വേണം എന്നുള്ളതും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോകുന്നു. ഞങ്ങൾ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഡ്രസ് ചേഞ്ചൊക്കെ ചെയ്ത് ഭഗവാനെ തൊഴാനായിട്ട് പോയി. അപ്പോൾ ഈവനിങ് വ്യൂസ് എല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതുവരേക്കും ബൈ.